ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOMൻ്റെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അതിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ബി പാർട്ടിലാണ് ഫസ്റ്റ് പ്രോബ്ലം ഉള്ളത്. അതിൽ 8th ക്വസ്റ്റ്യൻ, ബി പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. East Company Limited is studying the possible acquisition of Forced Company. Okay, by way of merger. അപ്പോൾ acquisition by way of merger ആണ് നടക്കുന്നത്. The following are available in respect of the companies. ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ആ ഡാറ്റ ഒന്ന് വേഗം ഓടിച്ച് നോക്കാം. EAT തന്നിട്ടുണ്ട്, രണ്ട് കമ്പനിയുടെയും 2,60,000. നമ്പർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഷെയർസ് 40,000, മാർക്കറ്റ് പ്രൈസ് 15ഉം 12ഉം. ഇത്രയും ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഡാറ്റ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് നോക്കാം കേട്ടോ. ഇഫ് ദ merger goes through by exchange of equity shares and the exchange ratio is based on the current market price. അപ്പോൾ മർജർ എങ്ങനെ നടക്കുന്നത്? ഇക്വിറ്റി ഷെയർസ് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈസ്റ്റ് കമ്പനി ഫോസ്റ്റ് കമ്പനിക്ക് എന്ത് കൊടുക്കുന്നു? ഇക്വിറ്റി ഷെയർസ് കൊടുക്കണം. ഏത് റേഷ്യോയിൽ കൊടുക്കുന്നു? കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കണമെന്ന് പറയണം. എന്നിട്ട് നമ്മളോട് ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ന്യൂ വാട്ട് ഈസ് ദ ന്യൂ ഏർണിങ്സ് പെർ ഷെയർ എന്നാണ് ഫോർ ഈസ്റ്റ് കമ്പനി ലിമിറ്റഡ്. നമ്മുടെ മർജറിന് ശേഷമുള്ള EPS എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മർജറിന് ശേഷമുള്ള EPS ആണ് കണ്ടുപിടിക്കണം. അപ്പോൾ EPS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ്? നമ്പർ ഓഫ് ഷെയർസ് അറിയണം, EATയും അറിയണം. എന്തിന് ശേഷമുള്ളത്? മർജറിന് ശേഷമുള്ള EAT അറിയണം, മർജറിന് ശേഷമുള്ള നമ്പർ ഓഫ് ഷെയർസും അറിയണം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് റേഷ്യോ ആദ്യം സെറ്റാക്കി വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് എക്സ്ചേഞ്ച് റേഷ്യോ. ഇവിടെ എക്സ്ചേഞ്ച് റേഷ്യോ ഏത് ബേസിലാന്ന് പറഞ്ഞിട്ടുണ്ട്? കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ ബേസിസിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ ആണ് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും നമ്മൾ എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ടാർഗറ്റഡ് കമ്പനിയുടെ ഡിവൈഡഡ് ബൈ എക്വയറിംഗ് കമ്പനിയുടെ, അതാണ് ഡാറ്റ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ടാർഗറ്റഡ് കമ്പനി, ഇവിടുത്തെ ടാർഗറ്റഡ് കമ്പനി ഫോസ്റ്റ് ലിമിറ്റഡ് ആണ്, കമ്പനി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫോസ്റ്റ് കമ്പനി എന്ന് പറയണു. കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫോസ്റ്റ് കമ്പനി ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഈസ്റ്റ് കമ്പനി. കണ്ടോ, ഇതാണ് എക്സ്ചേഞ്ച് റേഷ്യോ. വരെ എപ്പോഴും അങ്ങനെയാണ് വരിക കേട്ടോ. ടാർഗറ്റഡ് കമ്പനി ആരേനെയാണോ നമ്മൾ വാങ്ങിക്കണേ അവർ ടാർഗറ്റഡ് കമ്പനി എന്ന് പറയണു, ആരാണോ വാങ്ങിക്കണേ അവരെ എക്വയറിംഗ് കമ്പനി എന്ന് പറയണു. അപ്പോൾ അതിൻ്റെ ഡാറ്റ നമ്മൾ എടുത്തെഴുതാൻ വേണ്ടത്. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കിയപ്പോൾ തന്നിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് തന്നിരിക്കുന്നത്? കറണ്ട് മാർക്കറ്റ് പ്രൈസ് 15ഉം 12ഉം ആണ് തന്നേക്കണേ. 12 ആണ് ഫോസ്റ്റിൻ്റെ. അപ്പോൾ 12/15. ഓക്കെ, 12/15 എന്ന് പറഞ്ഞാൽ 0.8:1. അതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ ഫോസ്റ്റ് കമ്പനിയിൽ ഒരു ഷെയർ ഉള്ള ആൾക്ക് ഈസ്റ്റ് കമ്പനിയുടെ 0.8 ഷെയർസ് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പോൾ എത്ര ഷെയർസ് കൊടുക്കുന്നു നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമ്മുടെ ഷെയർസിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണെന്ന് നോക്കിക്കോളൂ. ഷെയർസ് ടു ബി ഇഷ്യൂഡ് ടു ഫോസ്റ്റ് ലിമിറ്റഡ് എത്രയാ? ഫോസ്റ്റ് ലിമിറ്റഡിന് കൊടുക്കേണ്ട ഷെയർസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഷെയർസ് ടു ബി ഇഷ്യൂഡ് അവരുടെ കയ്യിലുള്ളത് 10,000 ഷെയർസാണ്. നമ്പർ ഓഫ് ഷെയർസ് അവർക്ക് ഫോസ്റ്റ് കമ്പനിക്ക് 10,000 ആണുള്ളത്. ഒരു ഷെയർ ഉള്ള ആൾക്ക് പുതിയ കമ്പനിയുടെ 0.8 ഷെയർ ആണ്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 1 × 0.8 = 8,000. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഷെയർസിൻ്റെ എണ്ണം മനസ്സിലായല്ലോ. 8,000 ഷെയർസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുക്കണം അവർക്ക്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. മർജറിന് ശേഷം അപ്പോൾ ഇത് ഇത്രയും ഷെയർ കൊടുത്ത് അവരെ നമ്മുടെ കമ്പനിയിലേക്ക് മർജ് ചെയ്ത ശേഷം നമ്മുടെ EPS എത്ര? അതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത്രയും ഷെയർ കൊടുത്തിട്ട് അവരെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പർച്ചേസ് ചെയ്തതിന് ശേഷമുള്ള EPS എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ EPS ആഫ്റ്റർ മർജർ കണ്ടോ. EPS ആഫ്റ്റർ മർജർ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താ? EAT ആഫ്റ്റർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ.
ഓക്കെ, EAT ആഫ്റ്റർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. അപ്പോൾ നമുക്കിവിടെ EAT ആഫ്റ്റർ മർജർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. EAT ആഫ്റ്റർ മർജർ എന്ന് പറയുന്നത് മർജറിന് മുമ്പുള്ള രണ്ട് കമ്പനിയുടെയും കൂടി EAT ആഡ് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് കമ്പനിയുടെയും EAT എത്രയൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തെ കമ്പനിക്ക് ഈസ്റ്റ് കമ്പനിയുടെ എത്രയാണ് 2,00,000, നമ്മുടെ വാങ്ങിച്ച ഫോസ്റ്റ് കമ്പനിയുടെ എത്രയാണ് 60,000. അപ്പോൾ 2,60,000. ക്ലിയർ ആയോ? അപ്പോൾ ഈ എന്താണ് ഏർണിങ്സ് EAT ആഫ്റ്റർ മർജർ എന്ന് പറയുന്നത് 2,60,000. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കാണ്ട് നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ഷെയർ, ഈസ്റ്റ് കമ്പനിയുടെ ഓൾറെഡി ഉള്ള ഷെയറും വേണം, പ്ലസ് ഫോസ്റ്റിന് കൊടുത്ത 8,000 വേണം. ഇത് രണ്ടും കൂടി കൂട്ടിയതല്ലേ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് എത്രയുണ്ട്? 40,000 ഷെയർ ഉണ്ട്. ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു 40,000 ഷെയർ ഉണ്ട് ഈസ്റ്റിന്. പ്ലസ് ഫോസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഈസ്റ്റുകാർ കൊടുത്തത് എത്രയാണ്? പുതിയത് 8,000 ഷെയർ. അപ്പോൾ മൊത്തം എത്രയുണ്ട്? 48,000 ഷെയർ. മർജറിന് ശേഷം ഇപ്പോൾ കമ്പനിയിൽ 48,000 ഷെയർ. അപ്പോൾ നമുക്ക് EPS ആഫ്റ്റർ മർജർ കണ്ടുപിടിക്കാം. ഇക്വേഷൻ അങ്ങോട്ട് ഇതായാൽ മതി. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണു 2,60,000 ഡിവൈഡഡ് ബൈ 48,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5.42. ഓക്കെ, നമ്മുടെ EPS ആഫ്റ്റർ മർജർ 5.42. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി അതിലുണ്ട്, നമ്മളത് നോക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോസ്റ്റ് കമ്പനി ലിമിറ്റഡ് വാണ്ട്സ് ടു ബി ഷുവർ ദാറ്റ്. ഫോസ്റ്റ് കമ്പനിക്ക് എന്ത് ഉറപ്പ് വരുത്തി കൊടുക്കണം? ദ ഏർണിങ്സ് അവൈലബിൾ ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് ബി ഡിമിനിഷ് മർജർ. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ എക്സ്ചേഞ്ച് റേഷ്യോ ഇൻ ദാറ്റ് കേസ്? അതാണ് ചോദ്യം. അതായത് എക്സ്ചേഞ്ചിന് ശേഷം ഉറപ്പായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷ് ചെയ്യാൻ പാടില്ല അവരുടെ EPS. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ചിന് മുമ്പുണ്ടായിരുന്നത് അവർക്ക് എത്രയാണോ ഏണിങ്സ് പെർ ഷെയർ, ഫോസ്റ്റ് കമ്പനിക്ക് ഏണിങ്സ് പെർ ഷെയർ എത്രയുണ്ടായിരുന്നു എക്സ്ചേഞ്ചിന് മുമ്പ്, അഥവാ മർജറിന് മുമ്പ് എത്രയുണ്ടായിരുന്നുവോ അത്രയെങ്കിലും, അതിനേക്കാൾ കുറയാൻ പാടില്ല എന്നാണ് പറയണത്, അത്രയെങ്കിലും നമ്മുടെ മർജറിന് ശേഷവും അവർക്ക് കിട്ടണം. എങ്കിൽ ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിച്ചാലാണ് ഡിമിനിഷ് ചെയ്യാതെ വരിക എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ആണെന്ന് നമ്മളൊന്ന് തെളിയിച്ചു കൊടുക്കണം. കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടുള്ള എക്സ്ചേഞ്ച് റേഷ്യോ അല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടെ തന്നെ 5.42 നമ്മുടെ മർജറിന് മുമ്പുള്ള EPS എത്രയാണെന്ന് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് EPS ബിഫോർ മർജർ നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. EPS ബിഫോർ മർജർ കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് കമ്പനിയുടെയും സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റിൻ്റെ നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കി. ഈസ്റ്റിൻ്റെ അല്ല, നമുക്ക് ഫോസ്റ്റിൻ്റെയാണ് വേണ്ടത്, എന്നാലും ഈസ്റ്റിൻ്റെ നമ്മളൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഫോസ്റ്റിൻ്റെ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്വേഷനൊക്കെ തന്നെ ആഫ്റ്റർ മർജറിൻ്റെ സ്ഥാനത്ത് എന്തായെന്ന് മാത്രം, ബിഫോർ മർജർ ആയെന്ന് മാത്രം. അപ്പോൾ ഓരോ കമ്പനിയുടെയും നമുക്കറിയാലോ. അപ്പോൾ നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് കമ്പനി ഈസ്റ്റ് കമ്പനിയുടെ നോക്കിയേ EAT ബിഫോർ മർജർ എത്രയാണ്? 2,00,000 അല്ലേ. ഈസ്റ്റ് കമ്പനിക്ക് 2,00,000 അല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ 2,00,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ 40,000 ഈസ്റ്റിൻ്റെ മാത്രം. അപ്പോൾ 2,00,000 ഡിവൈഡഡ് ബൈ 40,000 എന്ന് പറഞ്ഞാൽ 5 രൂപയായിരുന്നു. ഓക്കെ, അപ്പം മർജറിന് മുമ്പ് അവരുടെ EPS 5 രൂപയായിരുന്നു. മർജറിന് ശേഷം അതേ ആൾക്കാർക്ക് തന്നെ EPS എത്ര കിട്ടും? 5 രൂപ 42 പൈസ കിട്ടും. അപ്പോൾ അവർക്ക് കൂടുതലാണ് അല്ലേ, ലാഭമാണ്. എന്നാൽ ഫോസ്റ്റിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഫോസ്റ്റ് ലിമിറ്റഡിന് എത്രയാണ് വരണേ നോക്കാം. മർജറിന് മുമ്പ് അവരുടെ കയ്യിലുള്ള ഏർണിങ്സ് എത്രയാണ്? 60,000 അല്ലേ, 60,000 അല്ലേ. EAT ബിഫോർ മർജർ 60,000 ആണ്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ബിഫോർ മർജർ, മർജറിന് മുമ്പുള്ള നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് അവരുടെ 10,000 ഉണ്ടായിരുന്നു. അവർക്ക് മർജറിന് ശേഷം 8,000 അല്ലേ കിട്ടിയേക്കണം. അപ്പോൾ 10,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 10,000. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 രൂപയാണ്. ഓക്കെ, അവർക്ക് മർജറിന് മുമ്പ് 6 രൂപയുണ്ടായിരുന്നു ഫോസ്റ്റിന്. പക്ഷേ മർജറിന് ശേഷം 5 രൂപ 42 പൈസയും കിട്ടില്ല അവർക്ക്. കാരണം ഒരു ഷെയർ ഇല്ല അവർക്ക്. പുതിയ കമ്പനിയുടെ എത്രയേ ഉള്ളൂ? 0.8 ഷെയറേ ഉള്ളൂ. പുതിയ കമ്പനിയുടെ ഒരു ഷെയറിനാണ് 5 രൂപ 42 പൈസ. അപ്പോൾ അവർക്ക് 0.8 ഷെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെയും 0.8 കിട്ടുള്ളൂ. 5 രൂപ 42 പൈസയുടെയും 0.8 കിട്ടുള്ളൂ. അതായത് 4 പോയിൻറ്റ് സംതിങ്ങേ കിട്ടുള്ളൂ. 336 അത്രയേ വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വളരെ നഷ്ടമാണ്.
മനസ്സിലായോ? അവർക്ക് മർജറിന് ശേഷം കിട്ടുന്ന എന്താണ് എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, EPS എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഏത് എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിച്ചാലാണ് ഇങ്ങനെ കുറയാതെ വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോയിൽ മാത്രമേ അങ്ങനെ കുറയാതെ വരുള്ളൂ, അഥവാ ഈക്വൽ ആയിട്ട് വരുള്ളൂ. EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ കേട്ടോ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്നിട്ട് അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ വെച്ചാൽ നമുക്ക് ഇങ്ങനെ കുറയാതെ, അതായത് ബിഫോർ മർജറിൻ്റെ 6 രൂപ തന്നെ ആഫ്റ്റർ മർജറിനും കിട്ടുന്നത് ഒരൊറ്റ എക്സ്ചേഞ്ച് റേഷ്യോ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ കുറയാതെ കിട്ടുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ വെച്ചിട്ട് ആണ് മർജർ നടത്തണമെങ്കിൽ എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്ത് കിട്ടുക എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുകയാണ്. EPS, അപ്പോൾ സെക്കൻഡ് പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്യണു, എക്സ്ചേഞ്ച് റേഷ്യോ കണ്ടുപിടിക്കണം. എന്ത് ബേസ്ഡ് ആണ്? ബേസ്ഡ് ഓൺ EPS. ഓക്കെ, ഇവിടെ എക്സ്ചേഞ്ച് റേഷ്യോ ഇത് ബേസ്ഡ് ഓൺ എന്തായിരുന്നു? മാർക്കറ്റ് പ്രൈസ് ആയിരുന്നു. ഇത് എക്സ്ചേഞ്ച് റേഷ്യോ ഇത് മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഇതെന്താണ്? EPSനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയത് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ EPSനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക നോക്കി നോക്കിയേ. EPS രണ്ടിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബിഫോർ മർജർ. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ ഈക്വൽ ടു നമ്മുടെ ടാർഗറ്റഡ് കമ്പനി ഡിവൈഡഡ് ബൈ അക്വയറിംഗ് കമ്പനി. അപ്പോൾ എന്താ വരിക? എക്സ്ചേഞ്ച് റേഷ്യോ ഈക്വൽ ടു ടാർഗറ്റഡ് കമ്പനി 6 ആണ്. അപ്പോൾ 6/5 1.2:1. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോ മാറി, എന്തായി? 1.2:1 ആണ്. ഈ ബേസ്ഡ് ആണ് നമ്മൾ എടുക്കണമെങ്കിൽ. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡിൽ വ്യത്യാസം വരില്ലേ? എത്രയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ദെർഫോർ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണ് നോക്കുക? നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് എത്രയാണ് വരിക? അവിടെ 10,000 ഷെയറുള്ള ആളാണ്, അതിൽ ഒരു ഷെയറുള്ള ആൾക്ക് 1.2 ഷെയറാണ് കൊടുക്കണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു കൊടുക്കണത് 1.2. അപ്പോൾ എത്ര ഷെയർ കൊടുക്കണം അവിടെ? 12,000 ഷെയർ കൊടുക്കണം. ക്ലിയർ ആയോ? അപ്പോൾ എത്ര ഷെയർ കൊടുക്കണം അവിടെ? 12,000 ഷെയർ കൊടുത്താലാണ് അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പുതിയ EPS എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? പുതിയ EPS അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. ന്യൂ EPS എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മളിതൊന്ന് മാറ്റിയാണ് പുതിയ EPS കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പുതിയ EPS എത്രയാണ്? EPS ആഫ്റ്റർ മർജർ, ഈ എക്സ്ചേഞ്ച് റേഷ്യോനെ ബേസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അവിടെ EPSൻ്റെ നമ്മുടെ നേരത്തെ ഇക്വേഷൻ തന്നെ EAT ആഫ്റ്റർ മർജർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജർ. അപ്പോൾ ഇവിടെ EAT ആഫ്റ്റർ മർജറിൽ വ്യത്യാസമൊന്നും വരില്ല, 2,60,000 തന്നെ. പക്ഷേ എന്തിൽ വ്യത്യാസം വരും? നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ മർജറിൽ വ്യത്യാസം വരും. ഇപ്പോൾ എങ്ങനെയാണ് വ്യത്യാസം വരിക? നേരത്തെ 40,000 + 8,000 ആയിരുന്നു, ഇപ്പോൾ എത്രയായിരിക്കും? 40,000 + 12,000 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ 40,000 + 12,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52,000. അപ്പോൾ 2,60,000 ഡിവൈഡഡ് ബൈ 52,000. അപ്പോൾ എത്രയാണ് വരണേ നോക്കിയേ? 2,60,000 ഡിവൈഡഡ് ബൈ 52,000 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 5 രൂപ അല്ലേ? കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് 5 രൂപയാണ്. അപ്പോൾ 5 രൂപയാണ് നമുക്ക് EPS വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. EPS ബിഫോർ മർജർ ആഫ്റ്റർ മർജർ ഈ രണ്ട് ബേസിലും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്നിട്ട് വേണം നമ്മൾ ഇതാണ് ഡിമിനിഷ് ചെയ്യാത്തത് എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു അനാലിസിസ് ടേബിളാണ് വരയ്ക്കാൻ പോകണേ കേട്ടോ. അപ്പോൾ ഒരു ഏർണിംഗ് അനാലിസിസ് ടേബിൾ നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഏർണിംഗ് അനാലിസിസ് ടേബിൾ. ഓക്കെ, ഏർണിംഗ് അനാലിസിസ് ടേബിളാണ് വരയ്ക്കാൻ പോകുന്നത്. ഏർണിംഗ് അനാലിസിസ് ടേബിളിൽ നമ്മൾ ടേബിൾ കൊടുക്കുന്നു. ഒന്ന് ഈസ്റ്റ് കമ്പനിയുടെ, 2 ഫോസ്റ്റ് കമ്പനിയുടെ. അത് 2 ബേസിസിലും വരയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ
EPSലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ എന്താണ് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ആദ്യം കാണിക്കാം. EPS ആഫ്റ്റർ മർജറും കാണിക്കാം, EPS ബിഫോർ മർജറും കാണിക്കാം. ഓക്കെ, EPS ആഫ്റ്റർ മർജർ എത്രയായിരുന്നു നോക്കിയേ. എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ കിട്ടിയത് 5 രൂപ 42 പൈസയായിരുന്നു. ഓക്കെ, 5 രൂപ 42 പൈസയായിരുന്നു. ഈസ്റ്റിൽ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുന്നത് എന്താണ് 5 രൂപ 42 പൈസയായിരുന്നു. എന്നാൽ ബിഫോർ മർജറിൽ അവർക്ക് കിട്ടിയിരുന്നത് നമ്മൾ കണ്ടുപിടിച്ചതാണ് 5 രൂപയെ കിട്ടിയിരുന്നുള്ളൂ. ബിഫോർ മർജറിൽ EPS ബിഫോർ മർജർ ഓഫ് ഈസ്റ്റ് കമ്പനി 5 രൂപയെ കിട്ടിയിരുന്നുള്ളൂ. കണ്ടോ, അപ്പോൾ 5 രൂപ 42 പൈസ ഇപ്പോൾ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ലാഭമാണ് ഈസ്റ്റ് കമ്പനിക്ക്. എന്നാൽ ഫോസ്റ്റ് കമ്പനിയുടെ കാര്യം ടീച്ചർ അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടിയും പറയാം. ഫോസ്റ്റ് കമ്പനിക്ക് EPS ആഫ്റ്റർ മർജർ എന്ന് പറയുന്നത് ഈ 5 രൂപ 42 പൈസ മുഴുവൻ കിട്ടില്ല. ഒരു ഷെയർ ഇല്ലല്ലോ അവർക്ക്. പണ്ടത്തെ എന്താണ് കറണ്ട് മാർക്കറ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാവുമ്പോൾ 0.8 ആണ് അവിടെ എക്സ്ചേഞ്ച് റേഷ്യോ. അപ്പോൾ 5.42 ഇൻറ്റു 0.8, അതായത് 4 രൂപ എത്രയേ കിട്ടുള്ളൂ, 4 രൂപ 336 പൈസയെ കിട്ടുള്ളൂ. അവരുടെ പക്ഷേ ബിഫോർ മർജറിൻ്റെ EPS എത്രയായിരുന്നു, 6 രൂപയായിരുന്നു. കണ്ടോ, അവർക്ക് ഡിമിനിഷിങ് ആണ്. ഇത് വരുമ്പോൾ ഡിമിനിഷിങ് ആണ്. അത് പാടില്ല എന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇത് പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ഇനി EPS ബേസ്ഡിൽ നമുക്ക് ഡിമിനിഷിങ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ചേഞ്ച് റേഷ്യോ ബേസ്ഡ് ഓൺ EPS വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം കേട്ടോ. EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ വെച്ചിട്ട് നമുക്ക് രണ്ടിൻ്റെയും ഡാറ്റ അനലൈസ് ചെയ്ത് നോക്കാം. അവിടെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. EPS ആഫ്റ്റർ മർജർ ഈസ്റ്റ് കമ്പനിയുടെ 5 രൂപയാണ്. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതല്ലേ 5 രൂപ എന്നുള്ളത്, 5 രൂപയാണ്. EPS ബിഫോർ മർജർ എന്ന് പറയുന്നത് 5 രൂപ തന്നെയാണ്. അപ്പോൾ 0 ആണ് എഫക്റ്റ്. ഇവിടെ ലാഭം ആണോ ഒരാൾക്ക് നഷ്ടമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ എഫക്റ്റ് എന്താണ്, 2 പേർക്കും എന്താണ് ആദ്യത്തെ ഈസ്റ്റ് കമ്പനിക്ക് എന്താണ്, രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫോസ്റ്റ് കമ്പനിയുടെ കാര്യം നോക്കാം. EPS ആഫ്റ്റർ മർജർ അവർക്ക് എത്രയാണ്, 5 രൂപയുടെ കൂടെ എത്രയും കൂടിയും കിട്ടും പോയിന്റ്. അതായത് ഒരു ഷെയറിനാണ് 5 രൂപ, അവർക്ക് ഒരു ഷെയർ അല്ല 1. നമ്മുടെ എക്സ്ചേഞ്ച് റേഷ്യോയിൽ പറയേണ്ടത് 1.2 ഷെയർ കിട്ടും എന്ന് പറയേണ്ടത്. അപ്പോൾ 5 ഇൻറ്റു 1.2 കിട്ടും. 5 ഇൻറ്റു 1.2 എന്ന് പറഞ്ഞാൽ എന്താണ്, 5 രൂപ ഇൻറ്റു 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, 6 രൂപ അവർക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഷെയറിന് പുതിയ കമ്പനിയുടെ ഒരു ഷെയറിൻ്റെ EPS 5 രൂപയാണ്. പക്ഷേ നമുക്ക് ഫോസ്റ്റ് കമ്പനിയിലെ ആൾക്കാർക്ക് ഒരു ഷെയർ അല്ല 1.2 ഷെയർ ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്നത് 5 ഇൻറ്റു 1.2 അഥവാ 6 ആണ്. 6 രൂപയാണ് അവരുടെ എന്താണ് EPS ആഫ്റ്റർ മർജർ. ബിഫോർ മർജർ EPSും അവരുടെ 6 രൂപയാണ്. അപ്പോൾ രണ്ടും നോക്കിയേ സെയിം അല്ലേ, നോ ഇഫക്റ്റ് അല്ലേ എന്താണ്. അപ്പോൾ EPS ബേസ്ഡ് എക്സ്ചേഞ്ച് റേഷ്യോ ആണെങ്കിൽ അവർക്ക് എന്താണ് ബിഫോർ മർജറും ആഫ്റ്റർ മർജറും ഒരേ ഏണിങ്സ് കിട്ടും എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്ത് എഴുതണം കേട്ടോ. ഏണിങ്സ് പെർ ഷെയർ ഓഫ് ഫോസ്റ്റ് കമ്പനി വിൽ നോട്ട് ബി ഡിമിനിഷ്ഡ് ഇഫ് വി യൂസ് ഏത് എക്സ്ചേഞ്ച് റേഷ്യോ എന്താണ് ബേസ്ഡ് ഓൺ EPS. മനസ്സിലായോ? അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എസ്പെഷ്യലി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു.